ഈ വിപ്ലവ വീര്യത്തിൻ്റെ മണ്ണുറങ്ങുന്ന ഇടമാണ് ആലപ്പുഴ. ഈ കണ്ണൂർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ആലപ്പുഴ. ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ പറയുന്നുണ്ടായിരുന്നു കണ്ണൂരല്ല ആലപ്പുഴ അമ്പലപ്പുഴ എന്നൊക്കെ. പക്ഷെ എന്നാലും വിപ്ലവത്തിൻ്റെ അംശം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ മുമ്പ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ മണ്ഡലവും കൂടിയായി. അതെ, അവിടെ എന്തായിരിക്കും 26 ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? സാർ പറഞ്ഞു തുടങ്ങിയ വിപ്ലവത്തിന്റെ മണ്ണ്, ആ ഒരു കഥയിൽ നിന്ന് നമുക്ക് തന്നെ തുടങ്ങാം. ഈ ആലപ്പുഴ മണ്ഡലം വാസ്തവത്തിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ഉത്ഭവവും അദ്ദേഹം ഒരു വലിയ ഒരു പരിവേഷത്തിലേക്ക് വന്ന ഒരു മണ്ഡലമാണ് വാസ്തവത്തിൽ ആലപ്പുഴ. ആലപ്പുഴ നഗരസഭയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചില പഞ്ചായത്തുകൾ ചേർത്തായിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്നത്. പക്ഷെ 2016 ഈ മണ്ഡല പുനരേകീകരണം ഉണ്ടായപ്പോൾ പഴയ മാരാരിക്കുളം മണ്ഡലം ഉണ്ടല്ലോ, നമ്മുടെ VS അച്യുതാനന്ദനൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ട, അല്ലെങ്കിൽ CPM-ന് കടുത്ത വേരോട്ടമുള്ള ശക്തി കേന്ദ്രമായിട്ടുള്ള മാരാരിക്കുളത്തിന്റെ ഒരു വലിയൊരു ഭാഗവും ആലപ്പുഴ നഗരത്തിന്റെ വടക്കു ഭാഗവും, ആലപ്പുഴ നഗരത്തിന്റെ രണ്ടായിട്ട് തിരിച്ചു അതിന്റെ വടക്കു ഭാഗവും പഴയ മാരാരിക്കുളവും കൂടി ചേർത്താണ് ഇപ്പോഴത്തെ ആലപ്പുഴ മണ്ഡലം ഉണ്ടായത്. അതായത് ആലപ്പുഴ നോർത്താണ് വാസ്തവത്തിൽ ആലപ്പുഴ സൗത്ത് ഇപ്പൊ അമ്പലപ്പുഴ മണ്ഡലമായിട്ട് മാറി. അതായത് ആലപ്പുഴ നഗരത്തെ രണ്ടായിട്ട് വെട്ടിമുറിച്ചു കൊണ്ടുപോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് മണ്ഡലത്തിനും CPM-ന് വലിയ ഹോൾഡായി മാറി ഇപ്പോൾ. അതായത് KC വേണുഗോപാൽ അടക്കി വെച്ചിരുന്ന ആലപ്പുഴ മണ്ഡലത്തിനെ രണ്ടായിട്ട് തിരിഞ്ഞപ്പോൾ അമ്പലപ്പുഴ മണ്ഡലവും ഇപ്പോഴത്തെ ആലപ്പുഴ മണ്ഡലവും CPM-ന്റെ ശക്തി കേന്ദ്രമായിട്ട് മാറി. അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുമ്പ് D സുഗതനൊക്കെ ജയിച്ചിട്ടുള്ളതാണ് UDF-ന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. അതിപ്പോൾ അതിനുശേഷം G സുധാകരൻ അവിടെ തുടർച്ചയായിട്ട് ജയിച്ചു. ഇപ്പോൾ H സലാമാണ് അവിടെ. ഇപ്പുറത്ത് തോമസ് ഐസക്ക് കാലാകാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ ചിത്തരഞ്ജൻ. 2016 അവിടെ തോമസ് ഐസക്ക് ജയിച്ചപ്പോഴുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 31,032 വോട്ട്. അന്ന് UDF-ന്റെ വനിതാ സ്ഥാനാർത്ഥിയാണ്, അതും സീനിയർ മോസ്റ്റ് നേതാവാണ് അവിടെ മത്സരിച്ചത്, ലാലി വിൻസെന്റ് ആണ് മത്സരിച്ചത്. അവർക്ക് ഏതാണ്ട് 52,179 വോട്ട് കിട്ടിയപ്പോൾ ഐസക്കിന് 83,211 വോട്ട് കിട്ടി. പക്ഷെ 2021 വന്നപ്പോൾ സുധാകരനും ഐസക്കും ഒക്കെ പിന്നണിയിലോട്ട് മാറി. പകരം അവിടെ PP ചിത്തരഞ്ജൻ എന്ന് പറയുന്നത് പഴയ ആലപ്പുഴ നഗരസഭ ചെയർമാൻ ആയിരുന്നു. മത്സ്യഫെഡ് അതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ CPM-ന്റെ INTUC വിഭാഗത്തിന്റെ ആ മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ PP ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അന്ന് LDF അനുകൂല തരംഗം ആഞ്ഞു വീശി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആ സമയത്ത് ചിത്തരഞ്ജന് പക്ഷേ ഐസക്കിന്റെ ഭൂരിപക്ഷം ആവർത്തിക്കാൻ സാധിച്ചില്ല. ഐസക്ക് 31,032 വോട്ട് നേടിയപ്പോൾ അത് 1/3 മാത്രമായിട്ടാണ് ചിത്തരഞ്ജന് നേടാനായത്. 11,644 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതിലും ഒരു കൗതുകമുണ്ട്. KS മനോജാണ്. മുമ്പ് CPM-ന്റെ MP ആയിരുന്നു. കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ആണ് ഈ മണ്ഡലത്തിൽ മത്സരിച്ചത്. KS മനോജ് മത്സരിക്കുമ്പോൾ ഈ ഭൂരിപക്ഷം കുറഞ്ഞതിലും മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്. അവിടെ ഈ ആലപ്പുഴ മണ്ഡലത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ദേശീയപാത ഒരു അതിർവരമ്പായിട്ട് വെച്ചുകൊണ്ട് ദേശീയപാതയുടെ പടിഞ്ഞാറ് വശം തീരദേശ മേഖലയും കിഴക്ക് വശം സാധാരണ ജനസമൂഹമാണെന്ന് കരുതുക. ഈ തീരദേശ മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. പണ്ട് VM സുധീരൻ ആലപ്പുഴ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെടാനുള്ള മുഖ്യ കാരണം എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഡോക്ടർ KS മനോജിന് ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ കൃത്യമായ സ്വാധീനം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം ഒരു അപരനും ഉണ്ടായിരുന്നു, VS സുധീരൻ എന്ന് പറഞ്ഞ ഒരു അപരനുമാണ്. അതോടെ നിൽക്കട്ടെങ്കിൽ നാമമാത്ര വോട്ട് അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. പക്ഷെ അന്ന് സുധീരന്റെ പരാജയം ഒരളവുകോലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിന്, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുള്ള മേഖലയാണ് ഈ ആലപ്പുഴ മണ്ഡലം എന്ന് നമ്മൾ അടിവരയിട്ട് പറയേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിത്തരഞ്ജന് വോട്ട് ഐസക്കിന്റെ ഭൂരിപക്ഷം ആവർത്തിക്കാൻ സാധിക്കാതിരുന്നതിന്റെ പ്രധാന കാരണവും അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നാമധാരി അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ അദ്ദേഹവും ഇപ്പോ അവിടെ വീണ്ടും മത്സരത്തിന് ഇറങ്ങുമ്പോൾ മറ്റൊരു കൗതുകം കൂടി വരുന്നുണ്ട്. കടലിന്റെ മക്കളായ 2 പേരാണ് സ്ഥാനാർത്ഥികൾ. ചിത്തരഞ്ജനും
ഒരു തീരദേശവാസിയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ബീച്ചുമായിട്ട് കഷ്ടിച്ച് 1 കിലോമീറ്റർ പോലും ഇല്ല. ആ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അപ്പൊ കടലുമായിട്ട് അത്ര അടുത്ത് മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ രംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരാളാണ് ചിത്തരഞ്ജൻ. ഇപ്പോ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന AD തോമസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, KSU ജില്ലാ പ്രസിഡന്റ് ആണ്. അദ്ദേഹം നിലവിൽ മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ വായിച്ചു മനസ്സിലാകുന്നത് അദ്ദേഹം വിദ്യാസമ്പന്നനാണ്. അതോടൊപ്പം പൊന്തുവള്ളത്തിൽ കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് ഉപജീവനം നടത്തുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ അച്ഛനും മക്കളും അടക്കം ഉപജീവനം തേടുന്നത് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയിട്ടാണ്. AD തോമസ്, ആ പേര് ശ്രദ്ധിക്കുക, ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ്. കൃത്യമായും സഭകളുടെ ഒരു റോള് ഇതിലുണ്ട്. ചെറുപ്പമാണ്. കുറച്ച് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് TJ ആഞ്ചലോസ് എന്ന് പറയുന്ന നേതാവിനെ ഈ ഘട്ടത്തിൽ നമുക്ക് പരിഗണിക്കേണ്ടി വരും. CPM-ന്റെ പഴയ CPM ആയിരുന്നു, പിന്നീട് CPI-യിലേക്ക് പോയി. TJ ആഞ്ചലോസിന്റെ പശ്ചാത്തലം ഇങ്ങനെയായിരുന്നു. വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വന്ന ഒരു നേതാവിനെ അവിടെ ജനം 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു നാടുകൂടിയാണ്. അവിടെയാണ് AD തോമസിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ വരുന്നത്. വീണ്ടും അവിടുത്തെ ആലപ്പുഴ മണ്ഡലത്തിലെ പ്രത്യേകതകൾ അതുകൊണ്ടും തീരുന്നില്ല. BJP അവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ BJP അത്യാവശ്യം കൊള്ളാവുന്ന നല്ല പേരും പെരുമയുള്ള നേതാക്കളെയാണ് മത്സരിക്കാൻ ഇറക്കിയിട്ടിരുന്നത്. തോമസ് ഐസക്കിനെതിരെ അവിടെ മത്സരിച്ചത് ശ്രീനിവാസ്, നമ്മുടെ അവിടെ BJPക്ക് വേണ്ടി രക്തസാക്ഷിയായ അഡ്വക്കേറ്റ് ശ്രീനിവാസ് ആയിരുന്നു ആദ്യം മത്സരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് സന്ദീപ് വാചസ്പതിയാണ്. പക്ഷെ ഇത്തവണ മത്സരിക്കുന്നത് MJ ജോബ് എന്ന് പറയുന്ന കക്ഷി. ഇദ്ദേഹം ഒരു 4 ദിവസം മുമ്പ് വരെ കോൺഗ്രസ് ആയിരുന്നു, KPCC ഭാരവാഹിയായിരുന്നു. അതിനുശേഷം അമ്പലപ്പുഴ മണ്ഡലത്തിൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ പരിഗണന മറ്റു മണ്ഡലങ്ങളിലും കിട്ടിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം BJPയിലേക്ക് മാറി. അദ്ദേഹം പറഞ്ഞ ഒരു വാചകവും കൂടിയുണ്ട്. ആലപ്പുഴ മണ്ഡലത്തില് ചിത്തരഞ്ജനെതിരെ മത്സരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ട്രെയിനിന് മുമ്പിൽ പോയി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ കക്ഷി തന്നെയാണ് ഇപ്പൊ BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഈ പരമ്പരാഗത BJP വോട്ടുകൾ MJ ജോബിന് എത്രത്തോളം ക്യാൻവാസ് ചെയ്യും പറ്റും എന്ന് നമുക്ക് ഉറപ്പില്ല. കാര്യം അദ്ദേഹം ഒരു രാവ് ഇരുട്ടി വെളുത്തപ്പോൾ ഈ UDF-ന്റെ സ്ഥാനാർത്ഥിക്കും ഈ BJP-യുടെ സ്ഥാനാർത്ഥിക്കും ക്രൈസ്തവ മേഖലയിലെ വോട്ട് ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ജനത്തെ നമ്മൾ അത്രയ്ക്കങ്ങ് വില കുറച്ച് കാണേണ്ടതില്ല. കാര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഒരാളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അവിടെ നെക്ട് ഫൈറ്റ് നടക്കാൻ പോകുന്നത് ചിത്തരഞ്ജനും ഈ AD തോമസുമായിട്ട് തന്നെ ആയിരിക്കും. അവിടെ ചിത്തരഞ്ജന് ഏറ്റവും അനുകൂല ഘടകമെന്ന് പറയുന്നത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ ചിത്തരഞ്ജന്റെ ക്രെഡിറ്റിലുണ്ട്. ഒരുവിധപ്പെട്ട പാലങ്ങളെല്ലാം പൊളിച്ചു പണിതിട്ടുണ്ട്. ഒരുവിധപ്പെട്ട റോഡുകളെല്ലാം നാഷണൽ ഹൈവേക്ക് സമാനമായി വീതി കൂടിയിട്ടുണ്ട്. അപ്പോൾ ചിത്തരഞ്ജന് കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ വികസന പദ്ധതികൾ മുൻനിർത്തി ചിത്തരഞ്ജന് വോട്ട് തേടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമുദായിക പരിഗണന, അതോടൊപ്പം തന്നെ ഒരു വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, പിന്നെ ഏറ്റവും സുപ്രധാനമായ സംഗതി, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റേ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയായിരുന്നല്ലോ DYFIക്കാർ. അതുകൂടാതെ വിജയന്റെ പോലീസും കയറി അടിച്ചൊതുക്കിയ രക്തം ഒലിപ്പിച്ച് നിന്ന ഒരാളാണ് ഈ AD തോമസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ കൃത്യമായ അമർഷമുള്ളവർ കൂടി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ആലപ്പുഴ മണ്ഡലത്തിൽ ഓർത്തെടുക്കണം ആ വിഷയം. ഏറ്റവും പ്രശ്നം അതാണ്. UDF സ്ഥാനാർത്ഥിക്ക് പരിമിതമായ സമയം മാത്രമേ അവിടെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വന്നത്. ചിത്തരഞ്ജൻ അങ്ങനെയല്ല, വളരെ നേരത്തെ സിറ്റിംഗ് MLA ആണ്, മണ്ഡലത്തിൽ സുപരിചിതനാണ്. അപ്പോ വേണമെങ്കിൽ UDF-നൊന്ന് ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം തിരിച്ചു പിടിക്കാവുന്ന സ്ഥലമാണ്. നമുക്ക് മുമ്പ് പഴയ മാരാരിക്കുളത്ത് VS അച്യുതാനന്ദന് പോലും അടിപതറിയ സ്ഥലമാണ്. അന്ന് PJ ഫ്രാൻസിസ് ആണ് ജയിച്ചത്. PJ ഫ്രാൻസിസ്, ആ പേര് ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് PJ ഫ്രാൻസിസ് ജയിച്ചു എന്നുള്ളതിന്റെ ഒരു കാരണം ആ പേര് തന്നെയാണ്. അപ്പൊ അവിടെയാണ് ഇപ്പൊ AD തോമസിനെ പോലെ ഒരാൾ അവിടെ മത്സരിക്കാൻ വരുന്ന. താരതമ്യേന ചെറുപ്പമാണ്, ഇത്രയും ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അവിടെ ചെറിയൊരു അപ്പർ ഹാൻഡ് ചിത്തരഞ്ജൻ അവകാശപ്പെടാം. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയവും പിന്നെ അദ്ദേഹത്തെ മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രസ് കാർഡും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരിയ മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നിരുന്നാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ഭരണ വിലയിരുത്തലും ഒക്കെ നോക്കുമ്പോൾ
ആലപ്പുഴ പ്രവചനാതീതമാണ്, അടിയുറപ്പിച്ച് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.